ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ഇപ്പോൾ ചെറിയ മടിയൊക്കെ ഉള്ള ആൾക്കാരാണ്, വലിയ കാര്യമായിട്ട് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും കേട്ടോ. കാരണം ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കുർത്തിയൊക്കെ തയ്ക്കാനായിട്ട് നാലായിട്ട് മടക്കിയിടില്ലേ, അതുപോലെ തന്നെ മടക്കിയാൽ മതി. ബിഗിനേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ആദ്യമേ തന്നെ നമുക്കിതിനെ വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് വീതി. ആ ഒരു വീതിക്ക് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു തുണീനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്നും കൂടി ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണോ മടക്കിയ ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ മടക്കിയിട്ടിരിക്കണേ. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പീസായിട്ട് മടക്കാണ് കേട്ടോ. ദേ കാണാമെന്ന് വിചാരിക്കുന്നു. 2 പീസായിട്ട് മടക്ക് വശം. ഈ ഒരു മുകൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് ഈ ഒരു മുകളിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ 2 സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. ഈ ഒരു സൈഡ് പീസ് 2 പീസായിട്ട് മടക്ക് വരുന്ന ഭാഗം. ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാൻ നല്ല ഫ്ലോയി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടന്നോളും. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ വീതി വരുന്നത് 41 ഇഞ്ചാണ്. പിന്നെ 2 മീറ്ററും ഒരു 10 ഇഞ്ച് കൂടുതലും ഉണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് മെറ്റീരിയൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 39 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ലെങ്ത്ത് 38 വേണ്ടത്. എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 39 ഇഞ്ച് വരും കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6.5 ഇഞ്ചാണ് ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗത്ത് ഞാനൊരു 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ 3.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ വീതി 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ ബാക്ക് നെക്ക് ഇറക്കാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 4.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് 4.5 ഇഞ്ച് വരണേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ അടിയിലും 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ വരയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടുള്ള വി നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഒന്ന് കർവ് ചെയ്തിട്ട് വി നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഞാൻ സാധാ റൗണ്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഞാൻ നേരെ അടിയിലേക്ക് 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പോയിന്റിൽ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന വേസ്റ്റിൻ്റെ വണ്ണം 32 ആണ് വരണേ. അപ്പോൾ ഈ 32ൻ്റെ 4/1 അപ്പോൾ 8 ഇഞ്ച് കിട്ടും. ആ ഒരു 8ൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2.5 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാനാണ്. അപ്പോൾ ചെറുതായിട്ട് ചുളുക്ക് നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് വണ്ണുള്ളവരാണെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നാമത് ഇത് നല്ല ഫ്ലോയി ആയിട്ടൊരു മെറ്റീരിയലാണ്. പിന്നെ അധികം ചുരുക്കൊന്നും വരില്ല. നമ്മൾ എക്സ്ട്രാ ആയിട്ട് 2.5 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ അതൊന്ന് നോക്കിയേരെ കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യാണ്. ഇവിടെയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് നമ്മൾ സാധാരണ എ ലൈനിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ചെരിച്ച് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അടിവശത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ എ ലൈനിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ ഈ ഒരു 2.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു അടിവശം ഇങ്ങനെ തൂങ്ങി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് സ്ലീവ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 6.5 ഇഞ്ചിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തോരം സ്ലീവിന്റെ ലെങ്ത് വേണമെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഷോൾഡർ പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് നമുക്ക് വേണ്ട സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അവിടെ 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് ഇവിടെ വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഇവിടെയും വരെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഭംഗിയായിട്ട് നമ്മൾ ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ബേബി ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് മാത്രം ഇതുപോലെ കയ്യിലെടുത്തിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് നെക്ക് മാത്രം ഇതുപോലെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ വരച്ച ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് 4.5 കൊടുത്തത്. ഒരു ചെറുതായിട്ട് ഒന്ന് താഴ്ത്തിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ചും കൂടി ഒന്ന് താഴ്ത്തുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നെക്ക് ഇറക്കം കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നെക്കും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് റൗണ്ടാണ്, ഫ്രണ്ട് നെക്ക് ഒരു വി പോലത്തെ ഷേപ്പാണ് കേട്ടോ. റൗണ്ട് വി ആണ് കൊടുത്തിരിക്കുന്നത്, കർവ് ചെയ്തിട്ടുള്ള വി. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ക്രോസ് പീസ് കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനൊക്കെ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മുടെ പണ്ടത്തെ വീഡിയോസിൽ അതുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചധികം ലെങ്ത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു ക്രോസ് പീസിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കാം. ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം അരികത്തിക്കട സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും ഇതുപോലൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് ഈ ഒരു അറ്റത്തിക്കട സ്റ്റിച്ച് ചെയ്ത് പോയാൽ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അറ്റം വരെ അടിച്ചതിന് ശേഷം കാണിക്കാം. നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് ഈ ഒരു അറ്റത്തേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് ഹാഫായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നെക്കിൽ വെച്ച് തയ്ക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഏരിയ. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് കർവ്ഡായിട്ട് വി ആണ് കൊടുത്ത ബാക്ക് നെക്ക് റൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ ഏരിയ ആണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കണേ. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ തുണിയുടെ നല്ല വശം എടുക്കുക. ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ആദ്യം തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ക്രോസ് പീസ് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കും. രണ്ടും ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതാണ് കേട്ടോ. ഈ ഒരു പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഈ ഒരു ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് കേട്ടോ. ബ്ലാക്ക് ആയതുകൊണ്ടാണ് ജസ്റ്റ്
നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണോ? ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യും. ഈ ഒരു എൻഡിങ് എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ക്രോസ് പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം തയ്ച്ച് അവസാനിപ്പിക്കാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നെക്കിൽ ഈ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ ക്രോസ് പീസ് തയ്ക്കുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചു പോവാം. എൻഡിങ് എത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മളിതേ തയ്ച്ച് ഇവിടെയും വരെ എത്തിയിട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തയ്ക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് തുടങ്ങിയത്. നമ്മളിപ്പോൾ ദേ ഇവിടെയും വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ തയ്ച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം അടുത്ത ക്രോസ് പീസ് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ദേ ഇത് ഈ ഒരു ക്രോസ് പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ നെക്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചുറ്റും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നെക്കിന് ചുറ്റും ചെറിയ കട്ടിട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. ഇതേ അങ്ങനെ നെക്കിൻ്റെ ചുറ്റും നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ബാക്കോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രോസ് പീസ് ബാക്കോട്ട് മടക്കുക, എന്നിട്ട് മുകൾ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഭംഗിയായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ബാക്കോട്ട് വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്കിന് ചുറ്റും. അങ്ങനെ നമ്മൾ ക്രോസ് പീസ് വെച്ച് നെക്കൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ തുണിയുടെ ചീത്തവശത്തേക്ക് മറിച്ചിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചീത്തവശമാണ് ഇപ്പോൾ നിവർത്തിയിട്ടിരിക്കണേ. നമ്മൾ കട്ടിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. ആ ഒരു 12 ഇഞ്ചിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളൊരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 16 ഇഞ്ചിലാണ് കേട്ടോ ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഈ 16 ഇഞ്ചായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കറക്റ്റ് ഈ ഒരു ഇലാസ്റ്റിക് ഇവിടെ വെച്ചിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു ലൈനിൽ കറക്റ്റ് ഈ ലൈനിൽ വെച്ചിട്ട് ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ കാണിയിലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 1 സൈഡ് ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും ചെയ്തതിന് ശേഷം കാണിക്കാം.
അങ്ങനെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ചെയ്തവശമാണ്. നമുക്കിനി സൈഡ് ഷേപ്പ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ അടിയിലേക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് അടി വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. അറ്റം വരെ ഇതങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഒരിക്കലും മുകളിൽ കയറ്റി സ്റ്റിച്ച് ചെയ്യണ്ട, കാരണം ഒരു പിടുത്തം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ അരികു മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് അടിക്കുന്ന പോലെ അല്ല കേട്ടോ, ഇതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ഭാഗം അടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു മടക്കും കൂടി മടക്കി വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം തന്നെ 2 മടക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി റൗണ്ടിനെ സ്റ്റിച്ച് ചെയ്യുക. എഗെയിൻ വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ സ്ലീവ് റൗണ്ടിനെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിതേ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയ അരികത്തേക്കടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കണേ. ഇനി വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് നമുക്ക് അറ്റം വരെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ 2 സൈഡിലും സ്ലീവിൻ്റെ അരികുവശം നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ മാർക്കിങ്ങിൻ്റെ ടൈമിൽ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ അടിയിലേക്ക് ആം ഹോളിൻ്റെ ഇറക്കം ഞാൻ 6.5 തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് 6.5 ഇഞ്ച് ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആം ഹോളിൻ്റെ ഇറക്കം 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുക, ആം ഹോൾ ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും. അതേ സെയിം മെത്തേഡ് തന്നെ ഇവിടെയും ചെയ്യാം കേട്ടോ. ഈ ഒരു സെൻറ്ററിൽ ടേപ്പ് വെച്ചിട്ട് ആം ഹോൾ ഇറക്കത്തിൻ്റെ അവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു 9 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇവിടെയാണ് വരുന്നത്. ഇത് നല്ല വശത്താണ് കേട്ടോ ഈ ഒരു മാർക്കിംഗ് ചെയ്യുന്നത്. ഫൈനലായിട്ടുള്ള മാർക്കിംഗ് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഭാഗത്താണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ഈ ഒരു നല്ല വശത്തേക്കായിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ദേ ഇവിടെ നിന്ന് ഈ ഒരു അറ്റം വരെ നമുക്കൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേ സെയിം മാർക്കിംഗ് തന്നെ നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡിലും മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് മുതൽ ഈ ഒരു അറ്റം വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അടിവശവും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ലീവ് ചെയ്ത പോലെ തന്നെ അടിവശവും ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു വട്ടം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ഞാനൊരു സ്ലീവ്ലെസ് ആയിട്ടൊരു ബ്ലാക്ക് ഇന്നർ വെച്ചിട്ടാണ് ഇത് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.